കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് പൊന്നാനിയിൽ 2 ചെറിയ കുട്ടികൾ ജീവിച്ചിരുന്നു. ഒരു കുട്ടിയുടെ പേര് ഗോവിന്ദൻ എന്നായിരുന്നു, വേറൊരു കുട്ടിയുടെ പേര് അലവി എന്നായിരുന്നു. അപ്പൊ ഈ ഗോവിന്ദൻ വരുന്നത് വലിയൊരു മനയിൽ നിന്നാണ്. ഒരു ഹൈന്ദവ തറവാടാണ്, നല്ല പേരും പെരുമയും ഒക്കെ ഉള്ളൊരു ഹൈന്ദവ തറവാടാണ്. അവിടെ നിന്നാണ് ഗോവിന്ദൻ സ്കൂളിലേക്ക് വരുന്നത്. പക്ഷേ ഗോവിന്ദന് പട്ടിണിയാണ്. ഗോവിന്ദന് പട്ടിണിയാണ് എന്ന കാര്യം ആ സ്കൂളിൽ ആർക്കും അറിയില്ല, അലവിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അലവി ഒരാളോടും അക്കാര്യം പറഞ്ഞ് പ്രചരിപ്പിച്ചില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? അലവിയുടെ ഉപ്പയ്ക്ക് ഒരു ചെറിയ കടയുണ്ട്. ആ കടയിൽ നിന്ന് എല്ലാ ദിവസവും ഓരോ പഴം മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഗോവിന്ദന് കൊടുക്കും. ഗോവിന്ദൻ ആ പഴമാണ് കഴിച്ച് പിന്നെ ഓരോ ഉച്ചനേരവും വിശപ്പടക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും ഇത് മോഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം അലവിയുടെ ഉപ്പ അത് കണ്ടുപിടിച്ചു. ഉപ്പ കണ്ടുപിടിച്ചെന്ന് മാത്രമല്ല, അലവിക്ക് നല്ല അടി കിട്ടി. ഉപ്പയുടെ അടുത്ത് ധാരാളം അടി കിട്ടിയപ്പോഴും അലവി പറഞ്ഞില്ല. എന്ത് പറഞ്ഞില്ല? ഇതെനിക്ക് വേണ്ടി എടുത്തതല്ല ഉപ്പ, എന്റെ ഗോവിന്ദന് വേണ്ടി എടുത്തതാണെന്ന് പറഞ്ഞില്ല. കാരണം എന്താണ്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പയും അറിയും ഗോവിന്ദന്റെ വീട്ടില് പട്ടിണി, കൊണ്ട് പറഞ്ഞില്ല. ആ അടി സ്വന്തമായിട്ട് മേടിക്കുകയാണ് ആര് ചെയ്യുന്നത്? അലവി ചെയ്യുന്നത്. ഈ 2 ആളുകളും വലിയ ആളുകളായി. അലവി ആ പൊന്നാനിയിലെ വലിയ ഒരു മാപ്പിളക്കാരണവരായി മാറി, മുസ്ലിം കാരണവരായി മാറി. ഗോവിന്ദൻ ആ പൊന്നാനിയിലെ വലിയ ഒരു പ്രമുഖനായ ആളായി മാറി. പൊന്നാനിയിൽ നിന്ന് വളർന്ന്, മലപ്പുറം ജില്ലയിൽ നിന്ന് വളർന്ന് കേരളത്തിന്റെ യശസ്സോളം ഉയർന്ന മഹാകവിയായ ഇടശ്ശേരിയായി മാറി. ആ ഇടശ്ശേരി മഹാകവിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഒരു കാവ്യം പുറത്തിറങ്ങുന്നുണ്ട്. അദ്ദേഹം എഴുതിയ ആ കാവ്യത്തിന്റെ പേര് തന്നെ ഇസ്ലാമിന്റെ വൻമല എന്നാണ്. മുസ്ലിങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ സൗഹൃദം, ഇതൊക്കെയാണ് ആ കവിതയിൽ പറയുന്നത്. കൂട്ടത്തിൽ അദ്ദേഹം ഒരു വരി എഴുതുന്നുണ്ട്. ആ ചെറുപ്പകാലത്ത് പഴം മോഷ്ടിച്ചു കൊണ്ടുവന്ന അലവിയെക്കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പാടുന്നുണ്ട്: 100% ഞാനൊരാര്യക്കൂറും കൊടുമയുമുള്ള ഹിന്ദു, എങ്കിലും മാപ്പിളെ നീ അലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളൂ, കാഫിർ എന്നെ വിളിച്ചുകൊള്ളൂ, കുടുംബതക്കാതെ കഴിഞ്ഞുകൊള്ളൂ, 100% മാപ്പിള പേരും പെരുമയും വെച്ചുപോറ്റു, നമ്മൾക്കൊന്നായി മുന്നോട്ട് പോയി നന്മയോ തിന്മയോ നേടാമൊപ്പം എന്നാണ്. ഞാനൊരു ഹിന്ദുവാണ്, 100% ഞാനൊരു ഹിന്ദുവാണ്, പക്ഷെ നീ എന്റെ അലവിയാണ് എന്ന് പറയുന്ന ആത്മബന്ധത്തിന്റെ ഒരു സുഹൃതമുണ്ട്. ആത്മീയമായ ഒരു ബന്ധത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു മനോഹാരിതയുണ്ട്. ആ മനോഹാരിത ഒരു തിരിച്ചറിയാണ്. മതം എന്ന് പറയുന്നത് നമ്മളെ പരസ്പരം തല്ലാനും കൊല്ലാനുമുള്ള മാർഗമല്ലടൂ, നമ്മളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പൊക്കിൾക്കൊടിയുടെ പേരാണ് മതം എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ മതഭ്രംശം ഉണ്ടായത് 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർത്തു എന്നുള്ളതാണ്. അത് മുസ്ലിമിന്റെ മാത്രം വേദനയല്ല, അത് രാജ്യത്തിന്റെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന സർവ്വ മനുഷ്യരുടെയും വേദനയായിരുന്നു. ആ വേദന എല്ലാവരും പങ്കുവെച്ച വേദനയായിരുന്നു. പക്ഷെ നമ്മൾ അറിയാത്തൊരു ചരിത്രം അതേ ദിവസം അതേ ബാബരി മസ്ജിദിന്റെ ഉള്ളിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു പത്രക്കാരനും നമ്മളോട് ആ കഥ പറഞ്ഞിട്ടില്ല. ഒരു ചാനലുകാരനും ചാകരയായിട്ട് അത് വിളമ്പിയിട്ടില്ല. പക്ഷേ അതായിരുന്നു അവിടെ ഏറ്റവും അധികം കേൾക്കേണ്ടിയിരുന്ന വാർത്ത. ബാബരി മസ്ജിദിന്റെ മണ്ണിനോടൊപ്പം മറഞ്ഞുപോയ ഒരു ചരിത്രം ആ ബാബരി മസ്ജിദിന്റെ ഉള്ളിൽ ആ ഡിസംബർ 6 സംഭവിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? ബാബരി പള്ളി തകർക്കുന്നതിന് വേണ്ടി കത്തിയും കൊടുവാളും കഠാരയും തൃശൂലവുമായി പാഞ്ഞെടുത്ത സംഘപരിവാരത്തിന്റെ പട്ടാളത്തോട് നിങ്ങൾ ഈ പണി ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ അപകടകരമായ ഒരവസ്ഥയായിരുന്നു ആ ദിവസം. അങ്ങനെ ബാബരി മസ്ജിദിന്റെ ഉള്ളിലേക്ക് കത്തിയും കൊടുവാളുമായി ചീറിപ്പാഞ്ഞു വരുന്ന ആ മതതീവ്രവാദികളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ പറയുകയാണ്: നിങ്ങൾ ഈ മന്ദിരം തകർക്കരുത്. നിങ്ങൾക്ക് രാമനോട് ഭക്തിയുണ്ടെങ്കിൽ, രാമായണത്തോട് കൂറുണ്ട് എങ്കിൽ, ഈ ദേശത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മന്ദിരം തകർക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച ഒരു പാവം മനുഷ്യനുണ്ടായിരുന്നു. അതാരായിരുന്നു? ആ ബാബരി മസ്ജിദിൽ ബാങ്ക് കൊടുത്തിരുന്ന ആളായിരുന്നില്ല അത്.
ആ ബാബരി മസ്ജിദിലെ ഇമാമായിരുന്നില്ല അത്, മറിച്ച് ആ ബാബരി മസ്ജിദ് അവിടെ തകർക്കപ്പെട്ട് അവിടെ ഒരു ക്ഷേത്രം പണിതുയർത്തിയാൽ ആ ക്ഷേത്രത്തിലെ പൂജാരിയായി നിയമിക്കപ്പെടുമായിരുന്ന സന്യാസി വര്യനായ സ്വാമി മഹന്തിലാൽ ദാസ് ആയിരുന്നു. രുദ്രാക്ഷമാലയണിഞ്ഞ് കാവ്യ വസ്ത്രമെടുത്ത് ആ പാവ സന്യാസിയാണ് പറയണത് ഈ മന്ദിരം തകർക്കരുത്. ആ സന്യാസി വര്യന്റെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കിയാണ് അവർ ബാബരി മസ്ജിദ് തകർത്തത്. ബാബരി മസ്ജിദ് തകർത്തവരാണ് ഈ രാജ്യത്തെ ഹിന്ദു സഹോദരന്മാരുടെ അടയാളം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് ആ മെഹന്തിലാൽ ദാസിന്റെ പാരമ്പര്യമാണ് ഇന്ത്യ രാജ്യത്തിലെ ഹിന്ദുക്കൾക്കുള്ളത് എന്ന് വിശ്വസിക്കാനാണ് നമ്മൾക്കിഷ്ടം. ഏതെങ്കിലും ചില തീവ്ര ചിന്താഗതിയുള്ള ആളുകളുടെ പേരിലല്ല മതത്തെ നമ്മൾ കാണേണ്ടതും മതത്തെ വിലയിരുത്തേണ്ടതും. ഇത് ഹിന്ദു മതത്തിന്റെ മാത്രമല്ല, മറ്റെല്ലാ മതങ്ങളും താടി വെച്ചു എന്നതുകൊണ്ട്, പർദ്ദ അണിഞ്ഞു എന്നതുകൊണ്ട് ഒരാൾ തീവ്രവാദിയാണ് എന്ന് നമ്മൾ ആരും മുദ്രകുത്താറില്ല. തീവ്രവാദത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു ബോധ്യമുണ്ട്. എന്താണ്, ആരൊക്കെയാണ് മതത്തെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുവാനും അവനവന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മതത്തെ കരുവാക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. ഇത് പ്രചരിപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്തം കൂടി നമ്മൾക്കുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ നമ്മെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാനാണ് മതം, അതല്ലാതെ നമ്മളെ തമ്മിൽ കലാപങ്ങളിലേക്ക് എടുത്തെറിയുവാനല്ല മതം. അങ്ങനെ മതമായിട്ടുണ്ടെങ്കിൽ ആ മതത്തെ നമുക്ക് ആവശ്യമില്ലെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട്. പ്രവാചക തിരുമേനിയെ നൃശംസിച്ചുകൊണ്ട് ഒരാളൊരു പുസ്തകരചന, ഒരു ചോദ്യപേപ്പർ എഴുതി അച്ചടിച്ചു. അയാൾ ചെയ്തത് പ്രവാചക നിന്ദയാണ് എന്ന് മുസ്ലിങ്ങളെക്കാളും അധികം പറഞ്ഞത് മറ്റുള്ള മതക്കാരാണ്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മതത്തിലുള്ള ആളുകളാണ് ഏറ്റവും അധികം അദ്ദേഹത്തോട് അതിന്റെ പേരിൽ ചോദ്യങ്ങൾ ചോദിച്ചത്, വിശദീകരണങ്ങൾ തേടിയത്. അദ്ദേഹം ചെയ്തത് ശരിയായില്ലെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മതത്തിലുള്ള ആളുകളായിരുന്നു. അപ്പൊ അദ്ദേഹം ചെയ്തത് പ്രവാചക നിന്ദയാണ്, മതനിന്ദയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൈകൾ വെട്ടിയ ആളുകൾ എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ കൈകൾ വെട്ടിയവരും ചെയ്തത് പ്രവാചക നിന്ദയാണ്, മതനിന്ദയാണ് എന്ന് പറയാൻ ആർക്കാണോ സാധിക്കുന്നത് അവരാണ് യഥാർത്ഥ മതത്തിന്റെ ആളുകൾ. അങ്ങനെയുള്ളവരെ നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാത്തവരെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത്, അങ്ങനെ ഒറ്റപ്പെടുത്താൻ ഓരോ മതത്തിന്റെയും അനുയായികൾ തയ്യാറായാൽ ഇവിടെ തീവ്രവാദത്തെ നിലനിർത്തുന്നതിന് പകരം തുടച്ചു നീക്കാൻ കഴിയും. മതത്തിന്റെ കാവൽക്കാരാണെന്ന് പറയണം. ഇങ്ങനെ ഒരു കാവൽക്കാരൻ മതത്തിന് ആവശ്യമില്ല. താനൂരിലെ ഒരു മുസ്ലിം തീവ്രവാദിയായ ആള് താനൂരിലെ തന്നെ ഒരു ഹിന്ദു തീവ്രവാദിയുടെ വീട് ആക്രമിച്ചപ്പോ എന്നിട്ട് ഈ ആക്രമിച്ച മുസ്ലിം തീവ്രവാദി ഒടുവിൽ പോയി, അയാളെ കാണാനില്ല. ഈ ഹിന്ദു തീവ്രവാദിയായ ആള് മുസ്ലിം തീവ്രവാദിയുടെ വീട് അന്വേഷിച്ചു വന്നപ്പോ ഇദ്ദേഹത്തെ കാണാൻ കിട്ടുന്നില്ല. പിന്നെന്താ ചെയ്യുന്നത്? അവിടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ട്. അയാളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഉപദ്രവിച്ചിട്ട് അയാൾ പോയി. സ്വന്തം വീട് കാക്കാൻ പോലും കഴിയാത്ത ഇവനാണോ ഒരു സമുദായത്തെ കാക്കാൻ വരുന്നത്? ഒരു വീടിനെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഇവന്റെ സുരക്ഷിതത്വം നൂറ്റാണ്ടുകളുടെ പവിത്രമായ പാരമ്പര്യമുള്ള ഇസ്ലാമിന് ആവശ്യമില്ലെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. നമുക്കൊക്കെ ഇതിന് കഴിയണം. തീവ്രവാദികളുടെ ഒത്താശക്കാരോ തീവ്രവാദികളുടെ പോരിശ പാടുന്നവരുമായി നമ്മൾ പറയുന്നത് ഒറ്റപ്പെടുത്തുക, അവരെ നമ്മൾക്ക് ആവശ്യമില്ല. ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തിന്റെ പട്ടാളത്തെയും പോലീസിനെയും വിഭ്രമിപ്പിക്കുന്ന വിധം, പേടിപ്പിക്കുന്ന വിധം കവാത്തുകൾ നടത്തി ഒരു സമുദായത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പൊരുതാൻ ഇവരുടെ ആവശ്യമില്ല. അതിനൊക്കെ തരത്തിലുള്ള കരുത്ത് ഓരോ സമുദായവും നേടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊന്നും ആവശ്യം എന്തല്ല, സമുദായമോ അതിന്റെ സുരക്ഷിതത്വമൊന്നുമല്ല. അവർക്ക് ചില ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജി നടപ്പിലാക്കാൻ അവരെ മതത്തെ കരുവാക്കുകയാണ്. മതമെന്ന് പറഞ്ഞാൽ നമ്മളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പൊക്കിൽ കൊടിയാണ്. വിശുദ്ധ ഖുർആൻ സർവ്വ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഇതാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, മുസ്ലിങ്ങളെ എന്നല്ല, അറബികളെ എന്നല്ല, ഏതെങ്കിലും ഒരു നൂറ്റാണ്ടുകാരെ എന്നല്ല, സർവ്വ മനുഷ്യനെയും വിളിച്ചുകൊണ്ട് പറയണു, മനുഷ്യ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരൊറ്റ അച്ഛന്റെയും അമ്മയുടെയും കുട്ടികളാക്കിയിട്ടാണ്. ഒരൊറ്റ അച്ഛന്റെയും അമ്മയുടെയും മക്കളാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം ദൈവത്തെ പേടിക്കുന്നവരെയാണ്.
ദൈവത്തിന്റെ കാരണം കൊണ്ട് കൊല്ലുന്നവരെയല്ല, മതത്തിനു വേണ്ടി കൊല്ലുന്നവരെയും തല്ലുന്നവരെയുമല്ല, മതത്തിനു വേണ്ടി ജീവിക്കുന്നവരെയാണ് ദൈവത്തിന് ഇഷ്ടമെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഒരൊറ്റ അച്ഛന്റെയും അമ്മയുടെയും കുട്ടികളാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ ഉടപ്പിറപ്പുകളാണ് എന്റെ സഹോദരന്മാർ. ജാതിയോ മതമോ നോക്കിയിട്ടല്ല, ഇവൻ എന്റെ ചോരയാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. നമ്മുടെ ഉടപ്പിറപ്പിനെ നോക്കിയിട്ട് പറയും ഇവൻ എന്റെ ചോരയാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും നേരെ ചൂണ്ടിയിട്ട് പറയണം ഇവൻ എന്റെ ചോരയാണ്. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. മാതാ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവ മാനവ സർവ്വം സ്വദേശവും ഭുവനത്രയും. മാതാവും പിതാവും ഒന്നാണ്. നിങ്ങളുടെ ഈ ഭൂമി നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള തൊട്ടിലാണ്, നിങ്ങൾ ഒന്നിച്ച് കളിച്ചു വളരാനുള്ള പ്രദേശമാണ്. സർവ്വ മനുഷ്യർക്കും ലോകത്ത് ജീവിക്കുന്ന ശ്വാസമയക്കുന്ന സർവ്വ മനുഷ്യനും സ്വസ്ഥതയുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച മതമാണ് ഹിന്ദുമതം. എല്ലാ മതങ്ങൾക്കും ഇതേ പറയാനുള്ളൂ. നിന്റെ അയൽക്കാരൻ നിന്നെക്കാളധികം നീ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ബൈബിൾ. എന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, എനിക്കൊരു അപകടവും വരരുത്. അപകടമുള്ളിടത്തേക്ക് ഞാൻ പോകില്ല, ഒരു പ്രശ്നമുള്ളിടത്തേക്ക് ഞാൻ പോകില്ല, അപകട സാധ്യതയുള്ളിടത്തേക്ക് എന്റെ വണ്ടി ഞാൻ കൊണ്ടുപോകില്ല. അതെന്തുകൊണ്ടാ? എന്റെ വണ്ടിക്ക് വല്ലതും പറ്റുന്നുള്ളതുകൊണ്ടല്ല, എനിക്ക് വല്ലതും പറ്റുന്നുള്ളതുകൊണ്ട്. ഒരു അസുഖം ഉണ്ടാകണം എനിക്കിഷ്ടമല്ല, കാരണം എന്താണ്? എനിക്ക് വല്ലതും പറ്റുന്നുള്ളതുകൊണ്ട്. അങ്ങനെ നീ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിന്റെ തൊട്ടപ്പുറത്തുള്ളവനെയും ഇഷ്ടപ്പെടണമെന്ന് പഠിപ്പിച്ച മതമാണ് ബൈബിളിന്റെ മതം. എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് താമസിക്കുന്നവെന്ന് മാത്രം, തൊട്ടപ്പുറത്ത് വീട് വെച്ചവനെന്ന് മാത്രമാണോ? അല്ല, നമ്മുടെ കൂടെ ഒരു മിനിറ്റ് യാത്ര ചെയ്തവൻ പോലും നമ്മുടെ അയൽക്കാരനാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മൾ അറിയുന്നവരും നമ്മളെ അറിയുന്നവരുമായ സർവരുമാണ് ഈ അയൽപ്പക്കം എന്ന് പറഞ്ഞാൽ. അങ്ങെന്ന് പറഞ്ഞാൽ സർവ്വ മനുഷ്യനെയും നീ സ്നേഹിക്കുന്ന പറഞ്ഞു. എന്നെ ആക്രമിച്ചവനോട് ഞാൻ എത്ര പ്രാവശ്യമാണ് ക്ഷമിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ മഹാനായ ക്രിസ്തു എന്ന് നിങ്ങൾ പറയുക, ക്രിസ്തു സഹോദരന്മാർ പറയുന്ന ഈസാ നബി അലൈഹിസ്സലാം എന്ന് മുസ്ലിങ്ങൾ പറയുന്ന യേശു പറയുന്നത് നീ 7 പ്രാവശ്യം ക്ഷമിക്കുകയെന്നല്ല. എന്നെ ആക്രമിച്ചവരോട് ഞാൻ എത്ര പ്രാവശ്യമാണ് ക്ഷമിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ 7 പ്രാവശ്യം എന്നല്ല, 70 പ്രാവശ്യം നീ ക്ഷമിക്കുകയെന്നാണ് ക്രിസ്തുവിന്റെ ഉപദേശം. ഇതെന്താണ്? മനുഷ്യനെ തമ്മിൽ ഒന്നിപ്പിക്കുകയാണ്. 2 കിളികൾ ഒന്നിച്ച്, ഇണപ്രാവുകൾ പരസ്പരം ഭക്ഷണം വായിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാട്ടാളനായ മനുഷ്യൻ ആ ക്രൗഞ്ചപക്ഷികൾക്ക് നേരെ അമ്പയ്യുവാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് മഹാനായ വാൽമീകിയുടെ കാവ്യം ആരംഭിക്കുന്നത്. രാമന്റെ അയണം, രാമായണം, രാമന്റെ കഥ എന്ന് നമ്മൾ പറയുന്ന കാവ്യം ആരംഭിക്കുന്നത് ആ സന്ദർഭത്തിൽ വെച്ചാണ്. മാനിഷാദ പ്രതിഷ്ഠാം ത്വം മഗമശാശ്വതി സമ യത് ക്രൗഞ്ചമിഥുനാത്തി ഏകം അവധികാമ മോഹിതം. അരുതെന്ന് പറയുന്നത് ഒരു മനുഷ്യന് നേരെ അമ്പയ്യുവാൻ ഒരുങ്ങിയപ്പോഴല്ല, ഒരു ചെറിയ കിളിയെപ്പോലും നീ കൊല്ലല്ലേ എന്ന് പറഞ്ഞ ഒരു മതത്തിന്റെ അനുയായികൾക്ക് മനുഷ്യന്റെ നേരെ കത്തി വാങ്ങാൻ കഴിയില്ലല്ലോ. അപ്പൊ മതത്തിന്റെ അനുയായികളെ ആയിട്ടല്ല നമ്മൾ ഇവരെ കാണുന്നത്, ഇവർ കുറച്ച് ഭ്രാന്തിന്റെ അനുയായികളാണ്. ഞാൻ സൂചിപ്പിച്ചത് നമ്മളെ പരസ്പരം അകറ്റാൻ ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. പരസ്പരം ഒന്നിപ്പിക്കാനുള്ള സാധ്യതകളാണ് കുറവ്. നമ്മളെ പരസ്പരം ഒന്നിപ്പിക്കുന്ന വാക്കുകൾ കുറവാണ്. നമ്മളെ പരസ്പരം ഒന്നിപ്പിക്കുന്ന സന്ദർഭങ്ങൾ കുറവാണ്. നമ്മളെ പരസ്പരം ചേർത്ത് കെട്ടുന്ന സാധ്യതകളും കുറവാണ്. അവിടെയാണ് ഖുർആനിന്റെ ആ വചനം ഒന്നുകൂടി നമ്മുടെ ഓർമ്മയിലേക്ക് പതിയേണ്ടത്. ഒരൊറ്റ അച്ഛന്റെയും ഒരൊറ്റ അമ്മയുടെയും മക്കൾ.